ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ആയി ജനുവരി 9 പൊങ്കൽ റിലീസിനെത്തുന്ന ചലച്ചിത്രമാണ് തമിഴിലെ ദളപതി വിജയ് നായകനാകുന്ന ജനനായകൻ. അപ്പോൾ സിനിമ റിലീസും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഏറെക്കുറെ അടുത്തായി. ഇപ്പോൾ എല്ലാം പര്യവസാനിക്കാനുള്ള സമയത്തിലാണ്. അങ്ങനെ ഇരിക്കെ ജനുവരി 3 ശനിയാഴ്ച 6:45 വൈകിട്ട് ട്രെയിലർ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്, ഒരു ഫെയർവെൽ മൂവിയാണ്. ആൻഡ് തളപതി വിജയ് പടം. ഇത് തളപതി വിജയ് പടം. ആൻഡ് അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോവാണ്. ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. അതായത് ആ ഫെയർവെൽ പരിപാടികൾ ആൻഡ് കണ്ടന്റ് പരിപാടികൾ ആൻഡ് തളപതിയുടെ സ്ക്രീൻ പ്രസൻസ് ആൻഡ് അനിരുദ്ധിൻ്റെ കത്തിക്കൽ, എച്ച് വിനോദിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങൾ, ആ ഒരു ഡയറക്ഷനും സംഭവങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ പടം. കാരണം നിങ്ങൾ ഓഡിയോ ലോഞ്ച് കണ്ടപ്പോൾ തന്നെ അറിയാം, എച്ച് വിനോദ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയിൽ നടുവിൽ കിടന്ന് പൂന്തടിക്കാനൊന്നും നിൽക്കേണ്ട, ഇത് തളപതി പടം റീമേക്ക് എന്നുള്ള ഡൗട്ട്, ആ കൺഫ്യൂഷനൊന്നും വേണ്ട, ധൈര്യമായിട്ട് എല്ലാം കളഞ്ഞ് സെറ്റായിട്ട് പടം കാണാവുക. ആൻഡ് ഇത് ഈ സിനിമയിൽ ഇൻസ്പിറേഷണൽ സീൻസ് ഒക്കെ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഇൻസൈഡ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഇതൊരു റീമേക്ക് പടമാണെന്നൊന്നും അവർ എന്താ പറയുക, പ്രൊഡക്ഷൻ ടീമോ അല്ലെങ്കിൽ ഡയറക്ഷൻ ടീമോ ഒന്നും പറയുന്നില്ല. എച്ച് വിനോദും ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞതാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വന്ന് സിനിമ കാണാമെന്ന്. ആൻഡ് തളപതി വിജയുടെ ഫെയർവെൽ പടം ഇനി പുള്ളി തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇമോഷണലാണ്, ഒരുപാട് സങ്കടമാണ് കാണും പുള്ളി എന്താ പറയുക സിനിമയെ വിട്ട് പോകുന്നതെന്ന്. ആൻഡ് ട്രെയിലർ ലാസ്റ്റ് ട്രെയിലറാണ്. ആൻഡ് ട്രെയിലറിൽ ഒരുപാട് ബ്ലാസ്റ്റ് മൊമെൻറ്റ്സും ഒരുപാട് എൻജോയ് ചെയ്യിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. കണ്ടുപോക്കാം എങ്ങനെയാണ് ട്രെയിലർ വരുന്നതെന്ന്. ട്രെയിലർ വന്നതിന് ശേഷം പിന്നെ ടിക്കറ്റിൻ്റെ റഷ് ആയിരിക്കും. പിന്നെ എല്ലാവരും അവിടെ എനിക്ക് ടിക്കറ്റ് വേണം, ഇവിടെ എനിക്ക് ടിക്കറ്റ് വേണം, ഞാൻ അങ്ങ് പോകണം, നീ എങ്ങ് പോകണം എന്നുള്ള സംസാരങ്ങളും ടോക്കുകളൊക്കെ ഒരുപാടുകളൊക്കെ ഉണ്ടാകും. ആൻഡ് അനിരുദ്ധ് ഇപ്പം തന്നെ ഏറെക്കുറെ എല്ലാ പാട്ടുകളും കത്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാട്ട് തളപതി കച്ചേരി, പിന്നെ ഒരു പേരെ വരലാറ്, ചെല്ലമകളെ തളപതിയുടെ വോയിസ്. ആൻഡ് മോറോവർ ഇപ്പൊ 4ാമത് രാവണമ വണ്ട ഒത്തയില നിക്കറയ്യ വണ്ട, അങ്ങനെ ഒരു പാട്ട് ഒരു ഓഡിയോ ലോഞ്ചിനും അൺറിലീസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും ആ പാട്ട് റിലീസ് ചെയ്തിട്ടില്ല. ബട്ട് ഈഗർലി ഫാൻസും ന്യൂട്രൽസും എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതൊരു കത്തിക്കൽ പാട്ടാണ്, തളപതിക്ക് പറ്റിയ ഒരു പാട്ട്. രാവണമവണ്ട ഒത്തയില നിക്കറയ്യ മണ്ട, അങ്ങനെ അതും വിവേക് തന്നെയാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. വിവേക് പിന്നെ വിജയ്ക്ക് വരുമ്പോൾ കിട്ടില്ലാട്ടങ്ങ് സൂപ്പർ ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ജനുവരി 9 തളപതിയുടെ ജനനായകൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ 6 മണിക്കാണ് ഷോ. അതായത് 4 മണിക്കാണ് ആദ്യം ഷോ വച്ചിരുന്നത്. ഒരു 1 വീക്ക് ബിഫോർ അല്ലെങ്കിൽ ഒരു 4-5 ദിവസം മുന്നേ ആയപ്പം ആ ഒരു പ്രൊഡക്ഷൻ ടീം, അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിൻ്റെ ടീം ഒഫീഷ്യലി അനൗൺസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 4 മണിക്കുള്ള ഷോയ്ക്ക് എന്താ ഇഷ്യൂസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ടെക്നിക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 4 മണിക്കുള്ള ഷോ 6 മണിക്ക് ആക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ഷോ വരുന്നത് രാവിലെ 6 മണിക്കായിരിക്കും. ജനുവരി 9 വെള്ളിയാഴ്ച 6 മണിക്കായിരിക്കും വരുന്നത്. തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു 9 മണിക്ക് തൊട്ടായിരിക്കും ചാൻസ് തുടങ്ങുന്നത്. എന്തായാലും അവിടെ 4 മണി 6 മണി ഷോ ഒന്നും ഇല്ല. ആൻഡ് ഇവിടെ ഇപ്പം തന്നെ ന്യൂ ഇയറിന് തുടക്കത്തിൽ തന്നെ ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏരീസ് പ്ലസ് ഒക്കെ അപ്പം തന്നെ തീർന്നു. അവർ റിലീസ് പിന്നെയും തിയേറ്റേഴ്സൊക്കെ വരാനുണ്ട്, ബുക്കിംഗ് ഇടാനുള്ള. അത് ഓൺ ദ വേ വരുന്നതായിരിക്കും. ട്രെയിലർ ഒന്ന് മിന്നിയ ഒരു ട്രെയിലർ ആവാനാണ് റിപ്പോർട്ട് കൂടുതൽ. ആ ട്രെയിലറും കൂടെ ഒന്ന് കത്തുവാണെങ്കിൽ പടാങ്ങാളി കത്തും, അതിൽ വേറെ സംശയമൊന്നും നിങ്ങൾ നോക്കണ്ട. ആ ട്രെയിലർ 3-ാം തീയതി 6:45 വൈകിട്ട് ട്രെയിലർ റിലീസ് ചെയ്യും. അതും കൂടെ കണ്ട് ആ ഒരു ട്രെയിലറും കൂടെ ഒന്ന് അടിച്ച് ഇടുമ്പം ഒരു കിട്ടില്ലം പടം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ട്രെയിലറിൽ എല്ലാവരും ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആണ് ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട്. എന്താണ് ട്രെയിലർ, എന്തിലായിരിക്കും വിജയ്, അങ്ങനെയൊക്കെ. ആൻഡ് ഇന്ന് ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള അവരൊരു പോസ്റ്റർ ഇറക്കിയത് നല്ലൊരു പോസ്റ്ററായിരുന്നു. ആൻഡ് അതിൽ ബോബി ഡിയോളും ഉണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയ് തളപതി തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സീൻ, അങ്ങനെ അപ്പോൾ ഒരു ആക്ഷൻ മൂഡ് അതിലൊന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ എന്തായാലും തളപതിയുടെ വോയിസ് ഓവർ കാണും, മാസുകൾ കാണും, അതിനകത്തിൻ്റെ കത്തിക്കൽ ബീച്ച് കാണും, രാവണമോണ്ട പാട്ടൊക്കെ ചിലപ്പോൾ അതിൽ കാണും. ആൻഡ് ഭയങ്കര വെയിറ്റിംഗ് ആണ് ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട്. 6:45 ഈ ജനുവരി 3-ാം തീയതിയാണ് തളപതി വിജയ നായകനാകുന്ന എച്ച് വിനോദ് സംവിധാനത്തിലുള്ള അനിരുദ്ധ് മ്യൂസിക്കിൻ്റെ കേവിൻ പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ജനനായകനിലെ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോകുന്ന എല്ലാവരും ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ആണ്. കാരണം വിജയുടെ ട്രെയിലർ ഇറങ്ങാൻ പോകുമെന്ന് പറയുമ്പോൾ ഒരു
ടോക്ക് ഓഫ് ദി ടൗൺ ആണ്. എല്ലാവരും ഭയങ്കര സംസാരം. ഓ ഇനി ട്രെയിലർ, അന്നേനെ നിങ്ങൾ നോക്കിയേ, ആ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും കാണും. കാരണം പുള്ളി ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അതാണ്, ആ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് അതാണ്, ആ ഒരു ക്രൗഡ് പിള്ളേർ. അതായത് പുള്ളിക്ക് എന്തെങ്കിലും, അതായത് ഒരു പാട്ടാവട്ടെ ഒരു ഫോട്ടോ ആവട്ടെ എന്തിറങ്ങിയാലും എല്ലാവരും പെട്ടെന്ന് എല്ലായിടത്തും റീച്ച് ആകും. കാരണം പുള്ളിയുടെ ആ ഒരു സ്റ്റാർഡം അതാണ്. അത് തന്നെയാണ് പുള്ളി പൊളിറ്റീഷ്യൻ സൈഡിൽ പോകുമ്പോഴും പുള്ളിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കിയ വിജയുടെ ഒരു കാര്യം തന്നെ നിങ്ങൾ നോക്കിയാൽ, പൊളിറ്റിക്കലി എത്ര ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കലി ഒരു പൊളിറ്റീഷ്യനെ നമ്മൾ ഒരു അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ ആരെങ്കിലും നമ്മളിവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തളപതി അവിടെ പോയപ്പോൾ അവിടെ അത് നടക്കുന്നു, ഇവിടെ ഇതാണ് പാർട്ടി എന്നൊക്കെ ആ ഒരു ടോക്ക്, അതാണ് പുള്ളി ചെയ്യുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതാണ്. കാരണം പുള്ളി പോയപ്പോൾ അവിടെ ഇങ്ങനെ ഡി എം കെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, സ്റ്റാലിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, സീമാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇതിന് മുമ്പോഴൊക്കെ ഇവിടെ കേരളത്തിൽ അഫ്കോഴ്സ് നിങ്ങൾ കേരളത്തിൻ്റെ കേസ് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു ടോക്കോ സംസാരങ്ങളോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, തമിഴ്നാട് പൊളിറ്റിക്സിനെ കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ല. എല്ലാം മാറ്റിയെടുത്ത പുള്ളിയുടെ ആ ഇൻഫ്ലുവൻസ് ആണ്. പുള്ളി അവിടെ പോകുമെന്ന് പറയും. ആൻഡ് പുള്ളി ആ ഓഡിയോ ലോഞ്ചൊക്കെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ വന്ന ഒരു ഓഡിയോ ലോഞ്ചായിട്ട് മാറിയത് ഓഡിയോ ലോഞ്ച് കൂടെയാണ് ജനനായകൻ്റെ മലേഷ്യയിൽ നടന്ന ബുക്കറ്റ് ജലീൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ ഓഡിയോ ലോഞ്ച്. അജാതി തിരക്കായിരുന്നു. അതാണ് പുള്ളി മുമ്പ് എന്നോട് കരിയറിന് ഉച്ചത്തെ പീക്ക് വിട്ടിട്ടാണ് ഞാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ആ ഒരു ട്രോളിൻ്റെ ആ വിഷമം മാറുകയാണ്. ആൻഡ് മലേഷ്യ ഞങ്ങളുടേതാണ്, മലേഷ്യ ഞങ്ങളുടെ ഒരു പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് മലേഷ്യ നിങ്ങളുടെ, ആ മലേഷ്യ ആരുടെ, അല്ലെങ്കിൽ മലേഷ്യയിൽ എന്താണ്, അല്ലെങ്കിൽ മലേഷ്യയിൽ എങ്ങനെയൊക്കെയാണെന്ന് ആ ഒരു ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ടോക്കും വേണ്ട. ആൻഡ് കൂടെ തന്നെ ഇപ്പം പ്രഭാസിൻ്റെ രാജാസാബ് സിനിമ ആക്ഷൻ ഹൊറർ കോമഡി പോലത്തെ ഒരു ആക്ഷൻ പടം വരുന്നുണ്ട്. ആൻഡ് പരാശക്തി ശിവകാർത്തികൻ ആ പടം മുട്ടം വിറ്റാണ് കേട്ടോ. വിജയുടെ കൂടെ കിടന്ന് അടിവെക്കുന്നതാണ് ജോലി എന്ന് തോന്നുന്നത്. അതായത് ഇപ്പം ജനുവരി 4-നും സി തമിഴിൽ 4:30 ഓഡിയോ ലോഞ്ച് വിജയുടെ. അങ്ങനെ സൺ ടി വിയിൽ ഇടൂലെന്ന് മസ്റ്റായിരുന്നു, അറിയായിരുന്നു. കാരണം അവർക്കെല്ലാം DMK അല്ലേ, അതുകൊണ്ട് അവിടെ ഇടൂല. സി തമിഴിൽ 4:30 3 മണിക്ക്, അതേ ദിവസം 3 മണിക്ക് വച്ചിട്ടുണ്ട്. ശിവകാർത്തികനെ പറഞ്ഞ് ഒരു ആഡൊക്കെ ചെയ്ത് 3 മണിക്ക് സൺ ടി വിയിൽ പരാശക്തി ഓഡിയോ ലോഞ്ച് നടക്കാത്ത ഓരോരുത്തരും അറിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ റീലിന് കിട്ടുന്ന ലൈക്ക് പോലെ അവിടുത്തെ ഒറിജിനൽ വീഡിയോന് കിട്ടാറില്ല. അപ്പോൾ അമ്മാതിരി ക്രൈസും കാര്യങ്ങളും ഉണ്ടായിട്ടോ ഇവന്മാർ എന്തിനാണ് ഇനിയും പോരടിക്കാൻ വരണമെന്ന് ഒരു പിടിയില്ല. ഇതിൽ പടത്തിന് തൊട്ടടുത്ത് ഇറക്കണ് എല്ലാം. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു ദേശീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് വിജയനെ എങ്ങനെയെങ്കിലും പൂട്ടണം എന്നുള്ളത് എല്ലാ രീതിയിലും അവരെങ്ങനെയൊക്കെ നോക്കുന്നു, നടക്കുന്നില്ല അവർ. പക്ഷേ എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ട്. ഇപ്പം ഈ ഓഡിയോ ലോഞ്ച് സി തമിഴിൽ ജനുവരി 4-4:30 ടെലികാസ്റ്റ് ചെയ്യും. ഇവർ 3 മണിക്ക് ഞങ്ങൾ സൺ ടി വിയിൽ പരാശക്തി ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങൾ 5 വെച്ചാൽ ഞങ്ങൾ 10 വെച്ചാൽ നിങ്ങൾ 3 മണിക്ക് വന്നാൽ ഞങ്ങൾ 5 മണിക്ക്, ഇങ്ങനെ ഒരു കൊച്ചു പിള്ളേരെ പോലെ എങ്ങനെയെങ്കിലും പൂട്ടണം, നമ്മളിങ്ങനെ മാറ്റണം. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഓഡിയോ ലോഞ്ച് സിനിമ നടൻ വന്നിട്ട് ഇന്ന ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ട് നിങ്ങൾ കാണണമെന്ന് പറയണമുണ്ടാ ശിവകാർത്തികൻ പറഞ്ഞ്. അപ്പോൾ അത്രയ്ക്കും പുള്ളി നട്ടല്ലൊഴിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് നിൽക്കുന്നത്. പുള്ളി പറയാണ്, ശിവകാർത്തികൻ പറയാണ്, ഏതെങ്കിലും ഓഡിയോ ലോഞ്ചിൽ ഒരു സിനിമ നടൻ വന്നിട്ട് ഓഡിയോ ലോഞ്ച് 3 മണിക്ക് കൊണ്ട് നിങ്ങൾ കാണണമെന്ന് പറയണ ആരെങ്കിലും പറഞ്ഞിട്ടേ, എൻ്റെ ഓർമ്മയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്ക്. ശിവകാർത്തികൻ സൺ ടി വിയുടെ ആഡിൽ പറയുന്നുണ്ട്, ഞങ്ങൾ 3 മണിക്ക് വരുന്നുണ്ട്, നിങ്ങൾ വരണേന്ന്. എത്രയൊക്കെ തോക്ക് വാങ്ങിയ നിനക്ക് എന്നെ ഇത്ര വാശിയുണ്ടെങ്കിൽ തോക്ക് തന്ന ആൾക്ക് എത്രമാത്രം വാശിയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു വേലയും നടക്കൂല. ഇവിടെ ഇപ്പൊ കുറച്ച് PR വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ശിവകാർത്തികനെ പൊക്കിയടിച്ച് ആൻഡ് പരാശക്തിക്ക് വേണ്ടിയിട്ടുള്ള. അതെല്ലാം എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയാം. ആൻഡ് പടം ഇറങ്ങിയിട്ട് ടു ബി ഓണസ്റ്റ് ആ ലാസ്റ്റ് പടം നിങ്ങൾ റിവ്യൂ വൈസ് ആരും റിവ്യൂ വൈസ് അല്ല നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും തളപതിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന മാത്രമുള്ള ഒരു പടമാണ്. റിവ്യൂ രണ്ടാമത്, എല്ലാ പടത്തിലും റിവ്യൂ ആണ് ആദ്യം വരുന്നത്. പക്ഷെ തളപതി വിജയുടെ പടം റിവ്യൂ രണ്ടാമതാണ് വരുന്നത്. അതായത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാതെ തളപതി വിജയം പോയി പടം എല്ലാവരും കാണാം. അതാണ് ആ ബ്രാൻഡ് പവർ. പക്ഷെ പരാശക്തി നെഗറ്റീവ് ആണെങ്കിൽ ആരും പോകാറില്ല, പോസിറ്റീവ് ആണെങ്കിലേ പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല. എല്ലാവരും KGF കൂടെ ഇറക്കി ഡിസാസ്റ്റർ റിവ്യൂ ഉള്ള ബീസ്റ്റ് അടിച്ച്
ബീസ്റ്റ് മേലിൽ വന്നതാണ്. ബീസ്റ്റിൻ്റെ ആ കളക്ഷൻ അല്ലെങ്കിൽ ബീസ്റ്റ് തിയേറ്റർ റണ്ണൊക്കെ നിങ്ങൾ നോക്കണാൽ എന്നിട്ടാണ് ഇത് എത്രയൊക്കെ കണ്ടന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പോസിറ്റീവ് വന്നെന്ന് പറഞ്ഞാൽ ഒരു വേലയും നടക്കാൻ പോകുന്നില്ല. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. ട്രെയിലർ എത്തും, കത്തിക്കും.